സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് ആരാധക വൃന്ദങ്ങളാൽ കവിഞ്ഞൊഴുകി. ലണ്ടൻ ഡെർബിക്കായി കാൽപ്പനിക ലോകം കണ്ണും നട്ട് കാത്തിരിക്കുകയാണ്. EFL കപ്പിന്റെ സെമി ഫൈനൽ. ഒരു വശത്ത് ബ്രൈറ്റനും ക്രിസ്ത്യൻ പാലസിനെയും വെട്ടിപ്പിടിച്ച് ആർസണൽ, മറുവശത്ത് ഗ്രാഡിഫ് സിറ്റിയെയും വോൾസിനെയും തുടച്ചു നീക്കിക്കൊണ്ട് പൊരുതാൻ വരുന്ന ചെൽസിയും. ആദ്യ മത്സരത്തിൽ ചെൽസിയെ അട്ടിമറിച്ച് 3 ഗോളുകൾക്ക് ആർസണൽ മുമ്പേ വിജയം കൈവരിച്ചിരുന്നു. സിമോൺ ഹൂപ്പറിന്റെ വിസിലോടുകൂടി ആ വാശിയേറിയ പോരാട്ടത്തിന് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ പന്തുരുളുകയാണ്. ആദ്യ ഗോൾ പിറക്കാൻ അധിക സമയം കാത്തിരിക്കേണ്ടി വന്നില്ല. മത്സരത്തിന്റെ 6-ാം മിനിറ്റിൽ ആർസണലിന് അനുകൂലമായി ഒരു കോർണർ കിക്ക് വിധിക്കപ്പെടുകയാണ്. റൈസിന്റെ അളന്നുമുറിച്ച ഷോട്ട് ബെൻ വൈറ്റിലേക്ക്. അനായാസം ഒരു ഹെഡറിലൂടെ വൈറ്റ് അതിനെ ഗോളാക്കി മാറ്റുന്നു. മത്സരത്തിന്റെ 7-ാം മിനിറ്റിൽ തന്നെ ആർസണൽ ലീഡ് കരസ്ഥമാക്കുന്നു. ആ ഒരു ഗോളിന് ശേഷം ചെൽസി നന്നായിട്ട് പന്ത് തട്ടുന്നുണ്ട്. എന്നാൽ ആർസണലും ഒട്ടും മോശമല്ലായിരുന്നു. മത്സരം നിയന്ത്രിക്കുന്നതിലും ആക്രമണങ്ങൾ ഒരുക്കുന്നതിലും അവരും സജ്ജമായിരുന്നു. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ കളിയുടെ താളം പിടിച്ചെടുത്തു. ചെൽസി പ്രതിരോധം കാക്കുന്നതിലും ഓരോ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും ഉപയോഗപ്പെടുത്തി. മത്സരത്തിന്റെ 27-ാം മിനിറ്റിൽ ചെൽസിക്ക് ഒരു കാരണവശാലും തങ്ങളുടെ ബോക്സിനുള്ളിലേക്ക് കടക്കാൻ കഴിയാത്തക്ക വിധം ആർസണൽ താരങ്ങൾ പ്രതിരോധമൊരുക്കുന്നു. പക്ഷേ അതിനെയൊക്കെ അനായാസം കീഴ്പ്പെടുത്തിക്കൊണ്ട് ചെറിയ ചെറിയ വിടവിലൂടെ ഗോൾ മുഖത്തെ ഇരച്ചു കയറിയെങ്കിലും അവസാനം ആ പന്തിന് എത്തിപ്പിടിക്കാൻ ചെൽസി താരങ്ങൾക്ക് സാധിക്കാതെ പോകുന്നു. ആദ്യ പകുതി അവസാനത്തേക്ക് എത്തുമ്പോഴേക്കും ആർസണൽ നിരന്തരം ചെൽസി പ്രതിരോധത്തെ കീറിമുറിച്ച് മുന്നേറാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. ഒടുക്കം അതിന്റെ ഫലമെന്നോണം ആർസണൽ തങ്ങളുടെ 2ാമത്തെ ഗോളും നേടുകയാണ്. ചെൽസിയുടെ പ്രതിരോധ താരം കുക്കുറുല്ലയെ കബളിപ്പിച്ചുകൊണ്ട് വൈറ്റിലേക്ക് ഒരു പാസ് നൽകുന്നു. ഇടം വരെ നോക്കാതെ പന്തിനെ ചെൽസിയുടെ 6 യാർഡ് ബോക്സിലേക്ക് പായിക്കുന്നു. എന്നാൽ ചെൽസി ഗോൾ കീപ്പർ സാൻഡസിന് ആ ബോളിനെ കൈപ്പിടിയിലൊതുക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്ന് തൊടാൻ പോലും പറ്റിയില്ല. സഹതാരങ്ങളുടെ ചലനമറിഞ്ഞ് മുന്നോട്ടെത്തിയ ഗോക്കറസ് ഒരു സ്ലൈഡ് ഗോളിലൂടെ ആർസണലിന്റെ 2ാമത്തെ ഗോളും നേടുകയാണ്. സ്കോർ ബോർഡിൽ ആർസണൽ 2 ചെൽസി 0. 2ാം പകുതിക്ക് ശേഷം പകരക്കാരനായെത്തിയ ഗർണാച്ചോ ചെൽസിയുടെ ആദ്യ ഗോൾ നേടുന്നു. മത്സരത്തിന്റെ 57-ാം മിനിറ്റിൽ നെട്രോ ഉയർത്തിയ ക്രോസ് നേരെ ഗർണാച്ചോയിലേക്ക്. ആ പന്തിനെ പ്രതീക്ഷിക്കും വിധം അയാൾ അവിടെ തന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പകരക്കാരനായി ഇറങ്ങി 4 മിനിറ്റുകൾക്കകം ഗർണാച്ചോ തന്റെ ഗോൾ കണ്ടെത്തി. എന്നാൽ ആർസണൽ തിരികൊളുത്തിയ ഗോൾ വേട്ട അവസാനിച്ചിട്ടില്ലായിരുന്നു. മത്സരത്തിന്റെ 70-ാം മിനിറ്റിൽ വിക്ടർ കോക്രസ് നൽകിയ പാസിലൂടെ ചെൽസിയുടെ പ്രതിരോധ കോട്ടയെ കബളിപ്പിച്ചുകൊണ്ട് ആർസണലിന്റെ 36-ാം നമ്പറുകാരൻ സുബിമെണ്ടി വലകുലുക്കുന്നു. മത്സരത്തിന്റെ 83-ാം മിനിറ്റിൽ ചെൽസിക്ക് അനുകൂലമായി ഒരു കോർണർ ലഭിക്കുന്നു. നെട്രോ തൊടുത്തുവിട്ട ഷോട്ട് ആർസണലിന്റെ പ്രതിരോധ താരം ക്ലിയർ ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. എന്നാൽ അപകടം അവിടെ തീർന്നില്ലായിരുന്നു. പന്തെത്തിയത് നേരെ ഗർണാച്ചോയുടെ കാലുകളിലേക്ക്. വളരെ മനോഹരമായി ഒരു ഉഗ്രൻ ഷോട്ടിലൂടെ ഗർണാച്ചോ തന്റെ 2ാമത്തെ ഗോള് നേടുകയാണ്. സ്കോർ ബോർഡിൽ ആർസണൽ 3 ചെൽസി 2. പിന്നെയും ഗോളെന്നുറപ്പിച്ച പല നിമിഷങ്ങളും അരങ്ങേറിയെങ്കിലും ഒന്നും ഫലം കാണാതെ പോയി. അന്തിമകാഹളം മുഴങ്ങുമ്പോൾ ഇംഗ്ലണ്ട് ഡെർബിയിൽ ആർസണൽ തങ്ങളുടെ മുഖമുദ്ര ചാർത്തപ്പെടുകയാണ്. ഫൈനൽ ടിക്കറ്റിന് അന്തിമ വിധി കുറിക്കുന്നത് ആർസണലിന്റെ ഹോം ഗ്രൗണ്ടായ എമിറേറ്റ്സിൽ വെച്ചാണ്. ഫെബ്രുവരി 3-നാണ് ആ ആവേശകരമായ പോരാട്ടത്തിന് കളമൊരുങ്ങുക. കാത്തിരുന്ന് കാണാം.